വായന ദിനം ക്യൂസ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിതയായി അറിയപ്പെടുന്നത്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുറ്റിപ്പുറം പാലം. 2023 ബുക്കർ പുരസ്കാരം ലഭിച്ച ഐറിഷ് സാഹിത്യകാരൻ? ഉത്തരം പോൾ ലിഞ്ച്. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം റെഡ് ബുക്ക്. വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷമേത്? ഉത്തരം 1991. മലയാളത്തിലെ ആദ്യകാല സാമൂഹിക നാടകം ഏത്? ഉത്തരം മറിയാമ്മ നാടകം. ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചതാര്? ഉത്തരം KT മുഹമ്മദ്. 2024 80 വർഷം പൂർത്തിയാക്കുന്ന ബഷീറിന്റെ നോവൽ? ഉത്തരം ബാല്യകാല സഖി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. P. കേശവദേവിന്റെ ആദ്യത്തെ നോവൽ? ഉത്തരം ഓടയിൽ നിന്ന്. ഓർമ്മകളുടെ ലോകത്തിൽ ആരുടെ ആത്മകഥയാണ്? ഉത്തരം P. കേശവദേവ്. 14ാമത് സഞ്ജയൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? ഉത്തരം MGS നാരായണൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ? ഉത്തരം വാസന വികൃതി. കഥാപാത്രങ്ങൾക്ക് പേര് നൽകാതെ എഴുതിയ നോവൽ? ഉത്തരം മരണ സർട്ടിഫിക്കറ്റ്. പഞ്ചതന്ത്രം കഥകൾ രചിച്ചതാരാണ്? ഉത്തരം വിഷ്ണു ശർമ്മ. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 2024 വയലാർ പുരസ്കാര ജേതാവ്? ഉത്തരം അശോകൻ ചെരുവിൽ. ദ ഹിന്ദു എന്ന ഇംഗ്ലീഷ് പത്രം ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ഇന്ത്യ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമേത്? ഉത്തരം വർത്തമാന പുസ്തകം. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി? ഉത്തരം കുമാരനാശാൻ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്ന ദിവസം? ഉത്തരം ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. പതേർ പാഞ്ചാലി എന്ന സിനിമ സംവിധാനം ചെയ്തത്? ഉത്തരം സത്യജിത് റായ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആരുടെ ആത്മകഥയാണ്? ഉത്തരം നെൽസൺ മണ്ടേല. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഈ കവിത രചിച്ചതാര്? ഉത്തരം ഇഞ്ചിക്കാട്ട് ബാലചന്ദ്രൻ.
ഹരിപ്രസാദ് ചൗരസ്യ ഏത് സങ്കീർണ ഉപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത്? ഉത്തരം ഓടക്കുഴൽ. കേരള പഴമ എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. പ്രേംജി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം MP ഭട്ടതിരിപ്പാട്. സ്വാതി തിരുനാളിൻ്റെ സദസ്യനായിരുന്ന പ്രമുഖ ആട്ടക്കഥാകൃത്ത്? ഉത്തരം ഇരയിമ്മൻ തമ്പി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം ഗാന്ധിജി. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം KR മീര. ലളിതാംബിക അന്തർജനം രചിച്ച പ്രശസ്തമായ നോവൽ ഏതാണ്? ഉത്തരം അഗ്നിസാക്ഷി. ആരുടെ മരണവാർഷികം വായന ദിനമായി ആഘോഷിക്കുന്നു? ഉത്തരം PN പണിക്കരുടെ. രാമായണം എഴുതിയതാര്? ഉത്തരം വാൽമീകി. ഇന്ത്യയിൽ സാഹിത്യമേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂർ തുഞ്ചൻപറമ്പിൽ. നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. PN പണിക്കരുടെ ജന്മദിനം? ഉത്തരം 1909 മാർച്ച് 1. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? ഉത്തരം KM പണിക്കർ. മഹാഭാരതം രചിച്ചത് ആര്? ഉത്തരം വേദവാസ്യൻ. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം സ്വാതി തിരുനാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല പബ്ലിക് ലൈബ്രറി നിയമം ഏതാണ്? ഉത്തരം മദ്രാസ് പബ്ലിക് ലൈബ്രറീസ് ആക്ട്. ലളിതാംബിക അന്തർജനം രചിച്ച പ്രശസ്തമായ നോവൽ? ഉത്തരം അഗ്നിസാക്ഷി. ചെമ്മീൻ, കയർ എന്നീ കൃതികൾ രചിച്ചതാരാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ള. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി? ഉത്തരം ഉള്ളൂർ S പരമേശ്വര അയ്യർ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ. ആരാണ് ലോക പുസ്തക ദിനം ആരംഭിച്ചത്? ഉത്തരം ബെറോണസ് ഗെയിൽറിബാക്ക്. ലോകത്തിലെ ആദ്യത്തെ ലൈബ്രറിയൻ ആരാണ്? ഉത്തരം അഷൂർബാനിപ്പാൽ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. നെയ്പായസം എന്ന ചെറുകഥയുടെ രചയിതാവ്? ഉത്തരം മാധവിക്കുട്ടി. കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയുടെ പേര്? ഉത്തരം എന്നിലൂടെ. മിക്കി മൗസിൻ്റെ സൃഷ്ടി? ഉത്തരം വാൾട്ട് ഡിസ്നി. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം.
ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ലൈബ്രറിയൻ ആരാണ്? ഉത്തരം BS കേശവൻ. ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് എന്ന്? ഉത്തരം ഫെബ്രുവരി 2. PN പണിക്കരുടെ മുഴുവൻ പേര്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. ഐതിഹ്യമാലയുടെ കർത്താവ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. തിരനോട്ടം ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം രാമൻകുട്ടി നായർ. 2021 വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ബെന്യാമിൻ. ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. സഞ്ചാര സാഹിത്യത്തിലെ ലോകപ്രശസ്തനായ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.